വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി. ക്യാമ്പസിനുള്ളിലെ രാഷ്ട്രീയ കളി അവസാനിപ്പിച്ചാൽ മതിയെന്നും കോടതി പറയുന്നു. മതത്തിന്റെ പേരിൽ നടക്കുന്ന കുറ്റങ്ങളുടെ പേരിൽ മതം നിരോധിക്കാറില്ലല്ലോ എന്നും കോടതി ചോദിക്കുകയാണ്. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. ബിനിലാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. ബിനിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ട എന്ന് പറയുന്നു, ശരിയാണ് പൂർണ്ണാർത്ഥത്തിൽ? അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകുക. അരുൺ, കഴിഞ്ഞ ദിവസവും IT-യിലൊക്കെ വലിയ കലാപങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇത് അല്ലാതെ ചർച്ചയായി വന്നത്. എന്തായാലും കോടതിയുടെ നിരീക്ഷണം എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഈ കാര്യങ്ങൾ പറഞ്ഞത്? രാഷ്ട്രീയം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് കോടതി കാര്യത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഒരു നിരീക്ഷണമായി പറഞ്ഞിരിക്കുന്നത്. ക്യാമ്പസിനുള്ളിലെ രാഷ്ട്രീയ കളികൾ അവസാനിപ്പിച്ചാൽ മതി. മതത്തിന്റെ പേരിൽ നടക്കുന്ന മതത്തിന്റെ പേരിൽ പല ആളുകളും പല കുറ്റകൃത്യങ്ങളും നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ മതത്തെ ആരും നിരോധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് കോടതി ചൂണ്ടിക്കാട്ടിയത്. അടുത്തിടെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അക്രമ സംഭവങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടി എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം തന്നെ നിരോധിക്കുക എന്ന ഒരു നിലപാടിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. പക്ഷേ കോടതിയുടെ അവസാന തീരുമാനമല്ലിത്. ഈ ജനുവരി 23 വീണ്ടും ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഈ ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയ കളി അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിലൂടെ അങ്ങനെ ഒരു പരാമർശം വരുന്നു. അതിലൂടെ എന്താണ് കോടതി ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ അക്രമ സംഭവങ്ങളൊക്കെ കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ജനാധിപത്യപരമായിട്ട് ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്നുള്ളതാണ് കോടതി ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെയുള്ളവ നടക്കുന്നുണ്ട്. ഏകപക്ഷീയമായിട്ട് പല വിദ്യാർത്ഥി പല ക്യാമ്പസുകളും അടക്കി ഭരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം കോടതി ഈ രാഷ്ട്രീയ കളികൾ അവസാനിപ്പിക്കണം എന്നുള്ളൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം നിരോധിക്കേണ്ട ആവശ്യമേ ഇല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പൗരനെ സംബന്ധിച്ച് അവൻ ദിവസേന കടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ കടന്നു പോകുന്നതാണ്. അപ്പോൾ അവനെ ബാധിക്കുന്ന വിഷയത്തിൽ അത് നിരോധിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ല എന്നുള്ളതാണ് കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പക്ഷെ കോടതിയുടെ അന്തിമ അഭിപ്രായം, ക്യാമ്പസിനുള്ളിലെ രാഷ്ട്രീയം സംബന്ധിച്ചുള്ള അന്തിമ നിലപാട് ഈ ഹർജി പരിഗണിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ ഒരു നിരീക്ഷണം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി ക്യാമ്പസ് രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കുക എന്നുള്ളത് നമുക്ക് ഈ ഹർജിയുടെ തീർപ്പിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ജനുവരി 23 കോടതി വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. രാഷ്ട്രീയ കളി എന്നതിലൊക്കെ കോടതി കരുതിയിട്ടുണ്ടാവുക നമുക്കും അറിയാവുന്നതാണ്. അതായത് തങ്ങളുടെ പാർട്ടിയിൽ അനുഭവമുള്ളവർക്ക് മാത്രം അഡ്മിഷൻ തയ്യാറാക്കി കൊടുക്കുക, തങ്ങളുടെ പാർട്ടിയുടെ മാത്രം അല്ലെങ്കിൽ സംഘടനയുടെ മാത്രം കൊടി അവിടെ നിന്നാൽ മതി, വേറെ ആര് കൊടി വെച്ചാലും അത് പിഴുതേറിയ, ഇതൊക്കെ ഈ രാഷ്ട്രീയ കളിയിൽ വരും. ഇതൊക്കെയാണ് വലിയ കലാപങ്ങളിലേക്കും സംഘർഷത്തിലേക്കും വീണ്ടും ഈ ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം അല്ലാതെ കോടതി ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തുകൊണ്ട് മാത്രം, അതായത് രാഷ്ട്രീയ കളി എന്ന് പറയുന്നത് അതിലുള്ള അർത്ഥം എന്താ? അങ്ങനെ സംഘർഷം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ്. സംഘർഷം ഉണ്ടാകുമ്പോൾ പോലീസ് ക്യാമ്പസിലേക്ക് കയറുമ്പോൾ നിങ്ങളാരാ, പോലീസ് എന്തിന് ക്യാമ്പസിൽ കയറിയെന്ന് ചോദിക്കുന്നതാണ്. പോലീസിന് ആവശ്യം വന്നാൽ ക്യാമ്പസിൽ കയറാനുള്ള ഒരു അനുമതി കൂടി ചില ഘട്ടങ്ങളിൽ വേണം എന്ന് ജനങ്ങളിൽ തോന്നലുണ്ടാക്കുന്ന അത്രയേറെ യുദ്ധങ്ങളാണ് ക്യാമ്പസിൽ നടക്കുന്നത്. അതൊക്കെ ഒഴിവാക്കി സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പ്രത്യയശാസ്ത്രവും നമ്മുടെ നിലപാടുകളും ഒരു കുഴപ്പവും. കോടതി ചോദിച്ച കാര്യങ്ങൾ തീർത്തും സ്വാഗതാർഹമാണ്. മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മതം നിരോധിക്കണമെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയവും. അത് നിരോധിക്കേണ്ടതല്ല എന്ന് കൃത്യമായി കോടതി ബോധ്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആ നിലപാട് വ്യക്തമാക്കുന്നു. പക്ഷെ എന്തുണ്ടാവും, നിയന്ത്രണം എങ്ങനെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ അതിന്മേൽ ഉണ്ടാകുന്ന ചർച്ച എന്നൊക്കെ നമുക്ക് കണ്ടാൽ